അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സമസ്ത ജമിഅത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട സമസ്ത ജമിഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അലിക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അബു സയ്യിദ് അൽ അമീർ മുഹമ്മദ് ഈജിപ്ത്, പ്രസംഗം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് എം ടി അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ബി പി ഉമർ മുസ്ലിയാർ, ആസാം MLA ഷർമാൻ അലി അഹമ്മദ്, ത്രിവേദിയിലും സദസ്സിലുമൊക്കെയുള്ള മറ്റ് ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരങ്ങളെ, വിഖായ വളണ്ടിയർമാരെ, SKSFിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, എൻ്റെ സഹപ്രവർത്തകരെ, വളരെ സന്തോഷമുള്ള ചടങ്ങിലാണ് ഞാൻ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ ജൈത്രയാത്രയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കോഴിക്കോട് മുഖദ്ദസ് നഗരി എന്നതിൻ്റെ 35ാം വാർഷിക സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ അതിൻ്റെ പോഷക സംഘടനയും എവിടേക്ക് വിളിച്ചാലും ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിൽ വളരെ ആവേശത്തോടു കൂടിയാണ് ബാംഗ്ലൂരിലും അതുപോലെ തന്നെ കോഴിക്കോട്ടേക്കും ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു നൂറ്റാണ്ട് കൂടി സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ കേരളീയ മുസ്ലിം സമൂഹം അജയ്യമാണ് എന്ന് വിളിച്ചോതുന്ന രീതിയിലുള്ള ജനബാഹുല്യമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മഹത്തായ സമ്മേളനം ചരിത്ര സംഭവമാക്കി മാറ്റി എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 3.5 പതിറ്റാണ്ട് കാലമായി കേരളീയ മുസ്ലിം വിദ്യാർത്ഥി യുവജന സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ സേവന, തൊഴിൽ മേഖലയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളുമായിക്കൊണ്ടാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ഥാപിതമായ ഈ മഹിതമായ പ്രസ്ഥാനം നാം ഉയർത്തിപ്പിടിച്ച ആ മുദ്രാവാക്യങ്ങൾ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിനു വേണ്ടി സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹം കൂടിയാണ്. ഈ മഹിതമായ പ്രസ്ഥാനം ഇവിടെ പടുത്തുയർത്തുന്നതിൽ നിർണായകമായ പങ്കുവച്ച മുൻഗാമികൾ, അവർ ചെയ്ത സേവനങ്ങളാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം നൽകി. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് SKSFിൻ്റെ പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമിഅത്തുൽ ഉലമക്ക് ശക്തി പകരുന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കുന്നതാണ്. സമസ്ത കേരള സുന്നി ഫെഡറേഷൻ രൂപീകരിച്ചത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിദ്യാർത്ഥി യുവജന സമൂഹം ഇവിടെ വളരണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യ സാക്ഷാത്കാരമാണ് ഈ 3.5 പതിറ്റാണ്ട് കാലമായി ഈ പ്രസ്ഥാനം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സാമൂഹ്യ മേഖലയിലും എല്ലാം തന്നെ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധ്യമായി എന്ന് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇനിയും പുതിയ പദ്ധതികളും പ്രവർത്തനങ്ങളൊക്കെ തന്നെ സമുദായത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. എഡ്യൂകെയർ പദ്ധതിയും അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പദ്ധതിയാണ് ട്രെയിനിങ് സെന്റർ എന്നുള്ളത്. അതൊക്കെ തന്നെ ഇന്ന് കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. എഡ്യൂകെയർ പദ്ധതി നമുക്കറിയാം, പാവപ്പെട്ടവരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടിയൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ട്രെയിനിങ് സെന്റർ SKSFിൻ്റെ കീഴിലായിക്കൊണ്ട് വ്യത്യസ്തമായ 18ഓളം ഉപഘടകങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിങ്ങുകൾക്ക് അവരുടെ ക്യാമ്പുകളിലേക്ക് നടത്താനും
അതുപോലെയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്താൻ ഇബാദത്ത് പോലെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാൻ വേണ്ടി ആലോചിക്കുകയും അതിനാവശ്യമായിട്ട് സ്ഥലം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അടുത്ത് തന്നെ തുടക്കം കുറിക്കപ്പെടുകയാണ്. ആ ട്രെയിനിങ് സെൻറ്ററിൽ നിർമ്മിക്കാൻ പോകുന്ന പള്ളി അൽഹംദുലില്ലാഹ് UAE കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ആവേശം നൽകുന്ന ഒന്നുകൂടിയാണ്. ഇത്തരത്തിൽ സമൂഹത്തിന് നൽകുന്ന പദ്ധതികൾ അത് ആവേശപൂർവ്വം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നത് SKSF സമൂഹത്തിന് നൽകുന്ന പ്രവർത്തനങ്ങൾ അത് വിജയിക്കും എന്നുള്ള ആ ഒരു വിശ്വാസ്യതയാണ്. SKSFിൻ്റെ ഓരോ പദ്ധതിയാണെങ്കിലും സഹചാരിയാണെങ്കിലും അതുപോലെ തന്നെ വളണ്ടിയർമാർ സേവന പ്രവർത്തനങ്ങൾ, സഹചാരി സെൻ്ററുകൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ വിജയിക്കുന്നത് SKSFിൻ്റെ ഈ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാവുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ SKSF നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റഷീദ് ഫൈസ് സൂചിപ്പിച്ച പോലെ മണ്ണാർക്കാട് ഇസ്ലാമിക് സെൻറ്റർ, അതുപോലെ തന്നെ കോട്ടപ്പണം വിമൻസ് അക്കാദമി, വെളിയങ്കോട് വിമൻസ് അക്കാദമി, അതുപോലെ തന്നെ ആദവനാട് മൂല്യശാബ്ദങ്ങളുടെ അദ്ദേഹത്തിലുള്ള ഖുർആൻ കോളേജ്, അങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ നാം നടത്തിക്കൊണ്ട് സമുദായത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് SKSF സമൂഹത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. നമുക്കറിയാവുന്ന വിധേയി സംഘടനകളെ കടന്നുകയറ്റം ഒരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ മതനിരാസം, യുക്തിവാദം, ലിബറൽ ചിന്താഗതികളൊക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടത്തിൽ ആവശ്യം കൂടിയാണ്. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളെ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടത്. അവരുടെ കർമ്മശേഷിയും അവരുടെ ചിന്താശക്തിയും അത് ലഹരിയിലും മറ്റ് അധാർമികതയിലും ആയിക്കൊണ്ട് അത് നശിപ്പിക്കേണ്ടതല്ല. അത് സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടിയൊക്കെ തന്നെ സമർപ്പിക്കാൻ സാധിക്കണം. ആ രീതിയിൽ ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പ് കൂടിയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ വിഭാവന ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് 35,000 വരുന്ന സേവകരെ സ്വയം സമർപ്പിത മനസ്സോടുകൂടിയുള്ള വിജിലന്റ് വളണ്ടിയർമാരെ ഇന്ന് സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാ മേഖലയിലും നമ്മുടെ സമുദായം എത്തിപ്പെടണമെന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഉദ്യോഗ മേഖലയിലും നമ്മുടെ വിദ്യാർത്ഥികൾ കേരള ഉദ്യോഗ മേഖലയിൽ എത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി 2 വർഷങ്ങൾക്ക് മുമ്പ് മുന്നേറ്റ യാത്ര നടത്തുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉദ്യോഗ മേഖലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടാനും സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങൾക്കെതിരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ക്യാമ്പസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു യാത്രയും നടത്തുകയുണ്ടായി. അതിലൂടെ ധർമ്മബോധമുള്ള ഒരു തലമുറ ക്യാമ്പസുകളിൽ വളരണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആളുകളുടെയും പരിപൂർണമായ സഹകരണം, പ്രാർത്ഥനയും ഉണ്ടാവണം. ഈ മഹത്തായ സമ്മേളനം വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളുടെ സാമ്പത്തികമായ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നാട്ടിലുള്ള നിരവധി നിസ്വാർത്ഥരായ ആളുകൾ, അതുപോലെ തന്നെ പ്രവാസികളായ സഹോദരങ്ങൾ ഗൾഫ് സന്ദർശിച്ചപ്പോൾ അവരൊക്കെ തന്നെ വളരെ ആവേശപൂർവ്വം നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ 35ാം വാർഷികത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായിച്ചവരാണ്. ഭക്ഷണം നൽകുന്നതിന് വേണ്ടി, അതുക്കായ വണ്ടിമാർക്ക് വേണ്ടിയൊക്കെ തന്നെ ഉള്ള സേവനങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ നിസ്വാർത്ഥമായി സഹായം നൽകിയവരാണ്. അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അല്ലാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. വീണ്ടും ആരോഗ്യവും സമയസമ്പത്തും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ 4 വർഷങ്ങൾക്ക് മുമ്പ് ഗ്ലോബൽ മീറ്റ് SKSFിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായി UAEയിലും അതുപോലെ തന്നെ ബഹ്റൈനിലും മുമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഈ വർഷം ഒമാനിലെ സലാലയിൽ വെച്ച് ഗ്ലോബൽ മീറ്റ് നടത്താനും ഒമാൻ കമ്മിറ്റി താല്പര്യപ്പെട്ടിട്ടുണ്ട്. അതും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് മഹത്തായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ ഇന്റർനാഷണൽ റസൂൽ മീറ്റ് ഓരോ റബീഉൽ അവ്വൽ മാസത്തിലും മദീനയിൽ വെച്ച് നടത്താൻ വേണ്ടി സൗദി നാഷണൽ കമ്മിറ്റിയും സൗദി ഇസ്ലാമിക് സെൻറ്റർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും സജീവ ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ തന്നെ മുന്നോട്ട് വന്ന എല്ലാ പ്രവർത്തകന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർക്കെല്ലാം തന്നെ അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയത്തിലേക്ക് എത്തിച്ചേരുമാറാവട്ടെ.
മന്നബരദീന് വേണ്ടി സമസ്തകാല ജമിഅത്തുൽ വേണ്ടി ഒക്കെ അതിൽ പ്രവർത്തിക്കാനെല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിരവധി